ഒരു നാടാകെ കാത്തിരുന്ന കല്യാണം. വരൻ സൂര്യ, വധു മിത്ര. എന്നാൽ ഈ കതിർമണ്ഡപത്തിന് മറ്റു ചില ലക്ഷ്യങ്ങളുണ്ട്. ആരും മറക്കില്ല ഈ കല്യാണ ദിവസം. കാണാൻ കാത്തിരിക്കുക. സ്വയംവര പന്തൽ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക്. ഗൗതം, ഇങ്ങനെ സങ്കടപ്പെടല്ലേ. ഇത് കാണുമ്പോ എനിക്കെന്ത് വിഷമമുണ്ടെന്നറിയൂ. നിധി മുറിയിൽ തനിച്ചല്ലേ? ചെല്ലേ, ചെന്ന് നിധിമോളെ പോയി ആശ്വസിപ്പിക്ക്. ധൈര്യം കൊടുക്ക്. അതാ ഇപ്പൊ ചെയ്യേണ്ടത്. സത്യം പറഞ്ഞ എനിക്കിപ്പോ നിധിയുടെ മുഖത്ത് നോക്കാൻ പോലും പേടിയാ. ആ സങ്കടം കാണാൻ വയ്യ. എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിയന്ത്രണം വിട്ടുപോകും. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിധിക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവൂന്ന്. ആ വിഷമം ഗൗതമിന്റെ സങ്കടം കണ്ടാൽ ഇരട്ടിക്കും. അതുകൊണ്ട് അവളുടെ മുമ്പില് ഒരിക്കലും കരയരുത്. എന്നാലും എന്റെ നിധിക്ക് ഇങ്ങനെ ഒരു വിധി വന്നല്ലോ നിർമ്മലാമ്മേ. ആ വിധിയിൽ എനിക്കിപ്പോഴും വിശ്വാസമില്ല. നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിച്ചു നോക്കിയാലോ? വേണ്ട. ഇനിയും അടുത്ത ഡോക്ടറെ കാണാൻ പോയി അവിടെ നിന്നും നിധിക്ക് ഒരിക്കലും ഒരു അമ്മയാവാൻ പറ്റില്ല എന്നൊരു മറുപടിയാണ് കിട്ടുന്നതെങ്കിൽ അത് നിധിയെ കൂടുതൽ വിഷമിപ്പിക്കത്തല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാ, ഒന്നും പറയണ്ട. നീ പോയി ഒരു ഗ്ലാസ് പാലെടുത്തോണ്ട് വന്നേ. നോക്കു മോനെ, ഇപ്പോ നിധിക്ക് ചികിത്സ വേണ്ടത് ശരീരത്തിനല്ല, മനസ്സിനാ. ഏറ്റവും നല്ല മരുന്ന് നീ തന്നെയാ. ഉള്ളിൽ നിറയെ വിഷമമുണ്ടെങ്കിലും ഒരു വിഷമം ഇല്ലാത്തതായിട്ട് നീ നിധിയുടെ മുന്നിൽ അഭിനയിക്കണം, ആശ്വസിപ്പിക്കണം. യാഥാർത്ഥ്യം എന്താണെന്ന് അവളെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. നിധിയെ തനിച്ചാക്കി നീ ഇവിടെ വന്ന് ഒറ്റയ്ക്കിരുന്ന അതവളെ കൂടുതൽ വിഷമിപ്പിക്കത്തേ ഉള്ളൂ. ചെല്ല്, ഇന്നത്തെ ദിവസം അവളൊന്നും കഴിച്ചിട്ടില്ല. അവളെ ഒന്ന് ആശ്വസിപ്പിക്ക. എത്ര നിർബന്ധിച്ചിട്ടായാലും നീ ഇത് നിധിയെ കൊണ്ട് കുടിപ്പിക്കണം. അത് കഴിഞ്ഞ് നീയും വന്ന് എന്തെങ്കിലും കഴിക്കേ. പറയുന്നത് കേൾക്കുമോനെ, നീ ഇത് കൊണ്ടു കൊടുക്ക്. അല്ലെങ്കിൽ ആ കൊച്ചു തളർന്നു പോവും. എങ്ങനെയെങ്കിലും ഇത് കുടിപ്പിക്കണം. ചെല്ല, വാ. ദാ പാല്, ചെല്ല. നിധി, പാലുടിക്ക്. എനിക്ക് വേണ്ട ഗൗതം. അത് പറ്റില്ല. ഒന്നും കഴിച്ചിട്ടില്ലെന്ന് പാറു പറഞ്ഞു. ഈ പാല് കുടിക്ക്. ഞാൻ കുടിച്ചോളാം. അവിടെ വെച്ചേക്ക്. ഗൗതം എന്തെല്ലാം കഴിച്ചോ? കഴിച്ചു. കഴിച്ചു കാണില്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ജീവിതം എങ്ങനെയൊക്കെയാ തീരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ. എന്റെ വയറ്റിലൊരു കുഞ്ഞ് പിറന്നു എന്നറിഞ്ഞപ്പോ ഗൗതം എത്രമാത്രം സന്തോഷിച്ചു എന്ന് ഞാൻ കണ്ടതല്ലേ. പക്ഷെ ഞാൻ ഗൗതമിന്റെ എല്ലാ സന്തോഷവും കെടുത്തിക്കളഞ്ഞില്ലേ. എനിക്ക് ഗൗതമിന്റെ ജീവിതത്തിൽ തരാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് പിറക്കുന്ന ഒരു കുഞ്ഞ്.
അത് തരാൻ കഴിയാത്തവളായി ഞാൻ. ഗൗതമിന്റെ എല്ലാ സന്തോഷവും ഞാൻ ഇല്ലാതാക്കി. ഭാഗ്യം കെട്ടവളെ ഗൗതം ഞാൻ, യോഗമില്ലാത്തവള്. നിധി, എന്താ ഇത്? കരയാതിരിക്കെ, ഒന്ന് സമാധാനപ്പെടുക. ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞപ്പോ മുതൽ ഗൗതം കണ്ട സ്വപ്നങ്ങൾ എത്രത്തോളമാണെന്ന് എനിക്കറിയാം. എനിക്ക് വേണ്ടി മനസ്സിൽ കരുതി വെച്ചിരുന്ന കരുതലിന്റെ അളവും എനിക്കറിയാം. പക്ഷെ അതൊന്നും അനുഭവിക്കാനുള്ള യോഗം എനിക്കില്ലാതെ പോയല്ലോ ഗൗതം. ഒരിക്കലും എനിക്കൊരമ്മയാവാൻ കഴിയില്ല. അപ്പോ അമ്മ എന്നുള്ള വിളി കേൾക്കാൻ യോഗമില്ലല്ലോ എനിക്ക്. അമ്മയാവാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ പെണ്ണെന്ന് പറഞ്ഞ് ജീവിക്കുന്നതിൽ എന്തർത്ഥമുള്ളത്? എന്തിനാ നിധി ഇങ്ങനെയൊക്കെ പറയുന്നത്? കുഞ്ഞുങ്ങളുണ്ടായില്ലെന്ന് കരുതി അതോടെ ജീവിതം അവസാനിക്കുക. എന്തിനാ നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആലോചിക്കുന്നേ? എല്ലാവരും അങ്ങനെയല്ല ധരിക്കുന്നത്. ഗൗതം കേൾക്കുകയും ചെയ്തതല്ല. ഇവരറിഞ്ഞപ്പോ തന്നെ വസുന്ധരാന്റെ ചോദിച്ച ഒറ്റ ചോദ്യം, ഇവളെ കൊണ്ട് ഈ കുടുംബത്തിന് എന്ത് പ്രയോജനമെന്നാ കേട്ടതല്ലേ ഗൗതം? അതിന് പറയാൻ ഒരു മറുപടി ഉണ്ടോ എന്റെ കയ്യില്? പറ, ഗൗതമിനുണ്ടോ മറുപടി? ഉണ്ടെങ്കിൽ പറഞ്ഞതാ. നോക്കുന്നതി, ആര് വേണേലും എന്തു വേണേലും പറഞ്ഞോട്ടെ. ഈ ലോകം മുഴുവൻ നിന്നെ പഴിച്ചോട്ടെ, അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമേ അല്ല. എനിക്ക് വലുത് നീയാ, നിന്റെ സന്തോഷം. നമുക്ക് കുഞ്ഞു വേണമെന്ന് നമ്മൾ ആഗ്രഹിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയാണോ? നമുക്ക് വേണ്ടിയല്ലേ? കുഞ്ഞുങ്ങളുണ്ടായില്ലെങ്കിൽ വേണ്ട, കുഞ്ഞുങ്ങളുണ്ടാവില്ലെന്ന് കരുതി നീ എന്റെ ഭാര്യയല്ലാതായി മാറുവോ? ഞാൻ നിന്റെ ഭർത്താവല്ലാതാകുന്നുമില്ലല്ലോ. എന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഗൗതം ഓരോന്ന് വെറുതെ പറയുക. ഞാൻ എത്രത്തോളം വേദനിക്കുന്നുണ്ടോ അതിന്റെ ഇരട്ടി വേദന ഗൗതമിന്റെ ഉള്ളിലുണ്ട്. അതിന്റെ തെളിവാണ് ഈ കണ്ണീര്. ഗൗതമിന്റെ മനസ്സെനിക്ക് നന്നായിട്ട് അറിയാം. കണ്ടില്ല, പിറക്കുന്നതിന് മുൻപേ സ്വന്തം മക്കളുടെ ചിത്രം വരപ്പിച്ചു വെച്ച ആളാ ഗൗതം. ഈ ജീവിതകാലം മുഴുവൻ